തിരുവനന്തപുരത്ത് നിന്ന് 5 തവണ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഇവിടെ ഒരാൾ വരികയുണ്ടായി. അയാളും അയാളെ ഭാര്യയും മക്കളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇവിടെ ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞൊരു ജീവിതം. പ്രത്യേകിച്ച് 12 ലക്ഷം രൂപ അവർക്ക് കടബാധ്യതയായിട്ടുണ്ട്. വിവിധങ്ങളായ കാരണങ്ങളെ കൊണ്ട് വന്ന കടബാധ്യതയാണ്. ഇതിനില്ലാഹി തആല അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കിട്ടാൻ കാരണമായ അതിവിശിഷ്ടമായ ഒരു ദുആ ഉണ്ട്. ആ ദുആനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. ഇതവർ ഇവിടെ അവസാന സമയത്ത് ഈ അടുത്താണ് ലാസ്റ്റ് വന്നത്. അവർ വന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ഉസ്താദ് ഇത് പറയണം എന്ന് പറഞ്ഞിട്ട്, നമ്മളങ്ങനെ കൂടുതൽ അധികം പറയാറില്ല, പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മെ അറിയിച്ച ഒരു വിഷയം കൂടിയാണ്. ഉസ്താദ് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും വീടില്ലെന്ന് കരുതിയ കടമാണ്. 12 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിൽ ഇതെങ്ങനെ തുറന്നു കിട്ടും. ഒരു സ്ഥലം അവർക്ക് വിൽക്കാനുണ്ട്, അത് വിറ്റിട്ട് അവർക്ക് അതിൽ നിന്നൊരു 4 ലക്ഷം രൂപയെ അതിൽ നിന്ന് കൊടുക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ. വേറെ ചില കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ 4 ലക്ഷമെങ്കിലും കൊടുത്ത് വീട്ടണം എന്ന നിയത്തിലാണ് അവർ ആ ഒരു സ്ഥലം വിറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ചെയ്ത ആ ഒരു ദുആഉം അവരെങ്ങനെയാണത് ചെയ്തതും എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ലക്ഷങ്ങൾ കടമുണ്ടായിട്ട് അതെങ്ങനെ വീടും എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്നവരൊക്കെയുണ്ട്. പലരും നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ, ഉസ്താദ് എനിക്ക് ഇത്ര ലക്ഷം കടമുണ്ട്, എൻ്റെ മോളെ കെട്ടിച്ചതിലുള്ള കടമാണ്, എൻ്റെ വീട് നിർമ്മിച്ചതിലുള്ള കടമാണ്, ലോണുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി അറിയിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ ദുആഇനെ കുറിച്ചാണ് പറയുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ അവർ ഒരു പ്രതീക്ഷയില്ലാതെ, നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 5 തവണ അവരിവിടെ വരണം എന്നുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് നമ്മുടെ ഒരു മഹത്വമായിട്ട് പറയുന്നതേ അല്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു ദുആഇൻ്റെ പവർ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഇവിടെ വരേണ്ടതില്ല, ഇവിടെ വരണ്ട, നിങ്ങൾ ഈ ദുആ പതിവാക്കിക്കോ. തീർച്ചയായും കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള വഴികൾ തുറന്നുതരും. അതിനൊരു കാരണമുണ്ട് തുറന്നുതരാൻ. കാരണം ഈ ഒരു ദുആഇൻ്റെ പവിത്രത അത്രമേലായതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, അവർ ഒരിക്കലും പ്രതീക്ഷയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരങ്ങനെ വന്നു, ഫസ്റ്റ് ടൈം വന്നു, അവരുടെ ഉദ്ദേശിച്ച പോലെ ആ സ്ഥലം അത് റാഹത്തായി. അതിൽ നിന്നൊരു 4 ലക്ഷം അവർ വീട്ടിയ ഉടനെ തന്നെ അവർ വീണ്ടും വരികയാണ്. അപ്പോൾ നമ്മൾ അവരോട് അവർ വന്നിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അനുസരിച്ചുള്ള ചില അമലുകൾ പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അത്രയും ലോങ് എന്നാണ് വരുന്നത്. രാത്രി അവരവിടുന്ന് പുറപ്പെട്ട് രാവിലെ ഇവിടെ സ്റ്റേ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് അതിന് ശേഷം ഇവിടെ നേരത്തെ വന്ന് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഫ്രീ ആയിട്ട് അവർ അവിടേക്ക് പോകും. ഒരു 3 ദിവസത്തെ റിസ്ക് എന്തായാലും അവർക്കുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു ആത്മാർത്ഥത അതിലുണ്ട് കേട്ടോ. അവർ കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുന്ന നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ട്. എന്താണതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ദിക്ർ കൂടെയാണത്. അത് ചൊല്ലിയിട്ട് കടം വീടിയിട്ടുണ്ട് എന്നുള്ള അനുഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാർ അതിൻ്റെ അനുഭവം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് അവിടെ സ്ക്രീൻഷോട്ട് കാണിച്ച് നിങ്ങൾക്കതിൻ്റെ കൃത്യമായ വിവരണം ഞാൻ വിശദീകരിച്ചാൽ എന്നിട്ട് ഞാൻ ആ വിഷയം പറയാം. നോക്കൂ, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ അൽ മസ്ജിദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ പ്രവേശിച്ചു. അപ്പോൾ ഫൈദൻ ഹുവ ബി റജുലിൻ മിനൽ അൻസാർ,
അവിടെ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി വര്യൻ അവിടെ ഉണ്ട്. യുഖാലു ലഹു അബൂ ഉമാമ, അവരുടെ പേര് അബൂ ഉമാമ എന്നാണ് അവരുടെ പേര്. ഫഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, യാ അബാ ഉമാമ, നിസ്കാര സമയമല്ലാത്ത സമയത്തൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നല്ലോ, ഫി ഗൈരി വഖത്തി സ്വല, എന്തു പറ്റി നിസ്കാരമല്ലാത്ത സമയത്തും കുറേ സമയങ്ങളിൽ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നു, എന്തു പറ്റി? അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, എനിക്ക് ധാരാളം കടങ്ങളുണ്ട്, എനിക്ക് ഹമ്മുണ്ട്, ടെൻഷൻസ് ഉണ്ട് യാ റസൂലല്ലാഹ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അഫല ഉഅല്ലിമുക കലാമൻ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ഞാനൊരു കലാം, ഒരു വാക്യം, ഒരു ദുആഇനെ പഠിപ്പിച്ചു തരാം. ഇദാ അൻത ഖുൽതഹു, ആ ദുആഇനെ അബൂ ഉമാമെ പറയാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളാ അൻക ദൈനക, അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും, ടെൻഷൻ അള്ളാഹു നീക്കിത്തരും, നിങ്ങളത് ചൊല്ലാൻ തയ്യാറായാൽ മതി. അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞാനത് ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വഇദാ അംസൈത്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് അത് ചൊല്ലാൻ വേണ്ടി പറയുകയും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അത് ചൊല്ലുകയും ചെയ്യാണ്. ആ സദസ്സ് അവിടുന്ന് പിരിഞ്ഞു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അത് ചൊല്ലി. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അതിൻ്റെ അനുഭവം പറയുന്നത് നോക്കൂ. ഫഫഅൽതു ദാലിക, ഹബീബായ തങ്ങൾ എൻ്റെ വിഷമം കണ്ട്, എൻ്റെ പ്രയാസം കണ്ട്, എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് എന്നോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ഫഫഅൽതു ദാലിക, ഞാനതങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി, അള്ളാഹു എൻ്റെ ഹമ്മിനെ, എൻ്റെ ടെൻഷൻസിനെ, എൻ്റെ വിഷമങ്ങളെ അള്ളാഹു പോക്കിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞു. വഖളാ അന്നി ദൈനി, എന്നെ തൊട്ട് എൻ്റെ കടത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല വീട്ടിത്തന്നു എന്ന് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതിൻ്റെ അനുഭവം പറയുന്നു. നമ്മളെ തിരുവനന്തപുരത്തെ ഫാമിലിയില്ലേ, അവരോട് നമ്മളിനി ഇവിടെ അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിവിടെ എന്തെങ്കിലും ഒരു നിഗൂഢമായ സംഭവങ്ങളോ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുകയോ എന്തെങ്കിലും ഒരു വിഷയം ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഇപ്പോൾ ഈ തത്തുല്യമായ അവസ്ഥയിൽ നമ്മളൊക്കെ കടന്നു പോകുന്നില്ലേ. കടണ്ടായിട്ട് ഉറക്കം വരുന്നില്ല, കടണ്ടായിട്ട് ടെൻഷൻസാണ്, കടണ്ടായിട്ട് നമ്മളിങ്ങനെ സുജൂദിലായി അള്ളാഹിനോട് ചോദിക്കുകയാണല്ലേ. ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന എത്ര ആളുകളുണ്ട്. ആ സിറ്റുവേഷനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് സ്വഹാബാക്കൾക്ക് അനുഭവമുള്ള ഇതുപോലുള്ള ഒരുപാട് ദിക്ർ ദുആകളുണ്ട്. അത് നമ്മുടെ മുമ്പിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, നമുക്കൊരു ക്രെഡിറ്റും ഇല്ല. അപ്പോൾ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ നാക്കുകൊണ്ട് ചൊല്ലും. അബൂ ഉമാമ തങ്ങൾ അബൂ ഉമാമയുടെ റളിയല്ലാഹു അൻഹു അവിടുത്തെ നാക്കുകൊണ്ടത് ചൊല്ലിയപ്പോൾ അതിൻ്റെ ഫലം കണ്ടതുപോലെ നിങ്ങളത് ചൊല്ലുമ്പോൾ അതിന് ഫലം കാണും. അപ്പോൾ എങ്ങനെയാണ് ഫലം കാണുക? ഇതിങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാകും, ഉറപ്പാണ്. ആ നോട്ടം ഉണ്ടാകുമ്പോൾ ഇവനിത് ചെല്ലുന്നത് ഈ ആവശ്യത്തിനാണ് എന്ന് പറയും. ഞാൻ അവരോട് ചൊല്ലാൻ പറഞ്ഞു, എല്ലാ നിസ്കാര ശേഷവും ഒരു 3 തവണ നിങ്ങളിത് ചൊല്ലാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം വേണ്ടി വരില്ല. അത് നിങ്ങളും ചൊല്ലണം, നിങ്ങളുടെ ഭാര്യയും ചൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലി. അപ്പോൾ ചൊല്ലിയ ഫലം കിട്ടാൻ കാരണം എന്താ? ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ വളരെ സവിശേഷമേറിയ ഒരു ദുആ ആണ്. അള്ളാഹു നിന്റെ കടം വീട്ടിത്തരുന്ന ഹബീബായ തങ്ങൾ അവിടുത്തെ നാക്ക് കൊണ്ട് പറഞ്ഞതാണ്. അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളാ അൻക ദൈനക എന്ന് മുത്തുനബി തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞാണ്. അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നിന്റെ കടം വീട്ടിത്തരും, നിങ്ങളുടെ കടം വീട്ടിത്തരുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. മുത്തുനബി തങ്ങൾ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹയില്ലാതെ ഹബീബായ തങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം അതത്രമേൽ പവിത്രതയുള്ളതാണ്. ചൊല്ലിക്കോ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഒരു വലിയ വഴി തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ.
അള്ളാഹു നമുക്ക് വലിയ അനുഭവങ്ങൾ നൽകട്ടെ. അപ്പോൾ നമ്മൾ അവരുടെ സ്ഥലം വിറ്റുപോകാനുള്ള അമലൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നത്, ഇവിടെ നിഗൂഢമായിട്ടുള്ള അതുപോലെ തേങ്ങ ഉടക്കുന്ന വിഷയമോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില തകിട് പരിപാടിയോ കോഴിമുട്ട പരിപാടി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒന്നാമത്തേത്, അത്തരം വിഷയങ്ങൾക്ക് ഒരാൾക്ക് 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഇവിടെ സമയം കിട്ടുക, അത്രയും ആളുകൾ ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, അതിൻ്റെ ഒന്നും ആവശ്യവുമില്ലതാനും. കേവലം ഒരൊറ്റ ഇസ്മ മതി, അതറിഞ്ഞ് കുറിക്ക് കൊള്ളുന്ന രൂപത്തിൽ നൽകുകയാണെങ്കിൽ അത് അള്ളാഹനങ്ങ് അതിലങ്ങ് വിളിക്കുമ്പോൾ അതിലങ്ങ് റാഹത്താവും ഇതിനില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, സ്ഥലം വിൽക്കാനുള്ളതെന്ന് പറഞ്ഞു കൊടുത്തത്. ഈ ദുആ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഈ ദുആ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു ഒരു വഴി തുറന്നു കൊടുത്തതാണ് ആ സ്ഥലം വിറ്റുപോകാനുള്ള കാരണമായിട്ട്, അല്ലേ? അത് വിറ്റുപോയാലേ കടം കുറച്ചെങ്കിലും വീടുള്ളൂ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ കടങ്ങൾ പൂർണ്ണമായും വീട്ടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതിന് കാരണമായത് ഈ ഒരു ദുആ ആണെന്ന് അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. അള്ളാഹു വലിയ പവർ നൽകിയിട്ടുണ്ട്, അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഹബീബായ തങ്ങളുടെ നാക്കുകൊണ്ട് പറഞ്ഞതാണ്. ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരോട് കടങ്ങൾ വീടിക്കിട്ടാൻ നല്ലൊരു മാർഗമാണ് ഹബീബായ തങ്ങളുടെ മേലിലുള്ള ഈ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അതിവിശിഷ്ടമായ ഈ ഒരു ദുആ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.